ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സോന സ്വീറ്റ് ആൻഡ് സ്പൈസിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബട്ടർ പനീറാണ്. ഇത് ചപ്പാത്തിയുടെയും നാനിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 തക്കാളിയും 2 സവാളയും, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 5 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കാഷ്യൂ നട്ട് 1/4 കപ്പ്, ഓയിൽ 3 ടീസ്പൂൺ, ബട്ടർ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ 3 ടീസ്പൂൺ നെയ്യ് എടുത്താൽ മതി, സോൾട്ട് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 2 ഉണക്കമുളക്, പിന്നെ വേണ്ടത് കസൂരി മേത്തി 1 ടീസ്പൂൺ, പ്ലെയിൻ യോഗട്ട് 1 ടീസ്പൂൺ, പിന്നെ ഞാനിവിടെ ഹെവി ക്രീം എടുത്തിട്ടുണ്ട് 1/2 കപ്പ്, ടൊമാറ്റോ സോസ് 8 ഔൺസിൻ്റെ ഒരു ചെറിയ ക്യാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പനീർ, ഇത് ഓൾമോസ്റ്റ് 400 ഗ്രാം വരുന്ന ഒരു പാക്കറ്റാണ്. ഇതിനി നമുക്ക് ചെറിയ പീസായിട്ട് ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ പനീർ അരമണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ്. കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആകും ഇത്. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റിയെടുത്ത് വയ്ക്കാം. ഞാൻ 400 ഗ്രാം പനീറിനാണ് 2 സവാളയും 2 തക്കാളിയും എടുത്തിരിക്കുന്നത്. ഓരോരുത്തരും എടുക്കുന്ന പനീറിൻ്റെ അളവ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം അതിലോട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് കാഷ്യൂ നട്ട് ആഡ് ചെയ്യാം. 2 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് തക്കാളി കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ആഡ് ചെയ്യാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ. ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഹെവി ക്രീം 1/2 കപ്പ് ആഡ് ചെയ്യാം. കസൂരി മേത്തി 1 ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ചേർക്കാം. ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ പനീർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഒന്നുകൂടി നോക്കുക. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പനീറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഇത് ചൂടോടെ നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. അധികം എരിവൊന്നും ഇല്ലാത്തതിനാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.